വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദ ബ്രാൻഡ് ന്യൂ 2025 അഡ്വഞ്ചർ 250 ആണ്. അപ്പോൾ ഈ വണ്ടീൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് സംസാരിക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടീൻ്റെ വിൻഷീൽഡ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ നെഞ്ചത്തേക്കെന്നല്ല, തലയിലേക്ക് പോലും കാറ്റടിക്കുന്നില്ല ഈ വിൻഷീൽഡ്. പിന്നെ ഹെഡ്ലൈറ്റിലൊക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. പിന്നെ വണ്ടീൻ്റെ ഡിസ്ക് വരുന്ന 320mm ഫ്രണ്ടും 240mm ബാക്ക് ഡബിൾ ചാനൽ ABS വണ്ടിയാണ്. പിന്നെ ഈ വണ്ടീൻ്റെ ഷോക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഷോക്ക് എനിക്ക് ചെറിയൊരു കട്ടർ റോഡ് കിട്ടിയായിരുന്നു, അപ്പോൾ എനിക്ക് മനസ്സിലായി ഷോക്കിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത്. പിന്നെ ഈ കിറ്റിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ വൈറ്റ് കളറായിരിക്കും. മേലെ ഒരു പെയിൻ്റായിട്ട് വരുന്നല്ല, കംപ്ലീറ്റ്ലി വൈറ്റാണ്. പിന്നെ കുഞ്ഞ് രണ്ട് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഫ്രണ്ടിൽ നിന്ന് കാണാൻ. ഈ വണ്ടീൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് നമ്മുടെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വണ്ടീൻ്റെ ഷോക്ക് സത്യം പറഞ്ഞാൽ WP അപ്പെക്സിൻ്റെ ഒരു USD ഫോർക്കാണ് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചെളി നല്ല രീതിക്ക് ഇതിൻ്റെ മേലേക്ക് അടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്കൊരു ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മഡ് ഗാർഡും കൂടി ഉണ്ടായിരുന്ന വണ്ടിയിൽ കിടിലൊരു സെറ്റപ്പ് ആയിരുന്നു. ക്ലിയറൻസ് വരുന്നത് 227mm ആണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഡാമേജ് വരാതിരിക്കാൻ ഒരു നെക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടീൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കും. 249cc ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. 4 വാൽവ് വണ്ടിയാണ്. പിന്നെ ഈ കിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കിറ്റിലൊരു പ്രത്യേകതയുണ്ട്. ഈ കിറ്റ് പൊട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കംപ്ലീറ്റ്ലി വൈറ്റ് ഇതായിരിക്കും. പിന്നെ വണ്ടീൻ്റെ വിൻഷീൽഡിൻ്റെ ഹൈറ്റ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലായി. സീറ്റൊരു കുഴിയായതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്നൊരു തുള്ളി പോലും നമുക്ക് ഡയറക്റ്റ് കാറ്റടിക്കുന്നില്ല. പിന്നെ ഈ ഒരു വണ്ടിയിൽ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ABS ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും, പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള വണ്ടീൻ്റെ മീറ്റർ 2 ഇതിൽ നമുക്ക് ഉപയോഗിക്കാം. അതിലൊന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റേത് റണ്ണിങ്ങിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ നമുക്കൊരു കുഞ്ഞൻ TFT ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പഴയതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഈ മീറ്റർ. ഈ മീറ്ററാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണെന്നറിയില്ല. ബാക്കി എന്തായാലും നമുക്ക് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ള KTMകളുടെ ബൈക്കുകളെ കുറിച്ചാണ്. KTMൻ്റെ ഏതൊരു വണ്ടി എടുത്ത് നോക്കുകയാണെങ്കിലും അവർ റേസിങ്ങിൻ്റെ സെഗ്മെൻ്റ് ആണെങ്കിലും ഏതൊരു സെഗ്മെൻ്റ് എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ അവരുടേതായ ഒരു സിഗ്നേച്ചർ അവിടെ പതിപ്പിച്ചിട്ടേ പോയിട്ടുള്ളൂ. അത് തന്നെയാണ് ഈ വണ്ടിയിലും കാണാനുള്ളത്. വണ്ടീൻ്റെ ഹാൻഡിൽ ബാറൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അത്യാവശ്യം ഒരു നല്ലൊരു സ്പീഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് കോർണർ ചെയ്യുമ്പോൾ ഒക്കെ വണ്ടി തരുന്നൊരു കോൺഫിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ വണ്ടിക്ക് അണ്ടർബെല്ലി എക്സോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഓഫ് റോഡ് പോകുന്ന സമയത്ത് വെള്ളത്തിലിറക്കിയാലും വലിയൊരു പ്രശ്നം വരാനില്ല. പിന്നെ ഡാമേജ് വരാനുള്ള ചാൻസും കുറവാണ്. അപ്പോൾ ഇനി നമുക്ക് വണ്ടീൻ്റെ സൗണ്ടിനെ കുറിച്ച് സംസാരിക്കാം. സൗണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി അത്യാവശ്യം ഒരു സ്പീഡ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടീൻ്റെ സൗണ്ട് കംപ്ലീറ്റ്ലി മാറുകയാണ്. സൗണ്ട് നിങ്ങളെ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം ഫസ്റ്റ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ സൗണ്ട് കിട്ടിക്കാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒന്ന് ഹെഡ്സെറ്റ് ഊത്തി കേട്ടാൽ ശരിക്കും മനസ്സിലാവും അതിൻ്റെ ഒരു പൾസ് എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ ഈ വണ്ടീൻ്റെ കിറ്റിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞില്ലേ, PP പാനൽസ് എന്നങ്ങണ്ടാണ് ഞാൻ സാധനത്തിന് പറയുക. ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ കംപ്ലീറ്റ്ലി ഒരു കളറായിരിക്കും. അതായത് ഇപ്പോൾ ഈ വണ്ടീൻ്റെ വൈറ്റ് ആണെങ്കിൽ അഡ്വഞ്ചർ 390 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഓറഞ്ച് കളറായിരിക്കും. അത് പൊട്ടിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് കളറേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതാണ് ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത. പിന്നെ ഈ വണ്ടീൻ്റെ ടാങ്ക് കൊടുത്തിരിക്കുന്ന മെറ്റൽ ബോഡിയാണ് അത്. പിന്നെ പഴയ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടി ഫസ്റ്റ് ടൈമാണ് ഓടിച്ചു നോക്കുന്നത് തന്നെ. പിന്നെ ഈ വണ്ടിക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈബ്രേഷൻ കംപ്ലീറ്റ്ലി കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പഴയ വണ്ടിയായിട്ട് ഒരുപാട് വൈബ്രേഷൻ കുറവുണ്ട് വണ്ടിക്ക്. അത് ഓടിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ചാനലിൽ അടുത്ത ഒരു 390 വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരു അഡ്വഞ്ചർ 390 വീഡിയോ അടുത്തതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിർത്താം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.